കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ ഒപ്പം പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. 250 ഗ്രാം വരുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെല്ലാ പീസുകളും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നല്ല കഷ്ണം പീസുകളുണ്ട്, മറ്റേ ലിവർ, അങ്ങനത്തെ എല്ലാ പീസുകളും കൂടിയിട്ടാണ് കേട്ടോ ഞാനൊരു 250 എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ മെയിനായിട്ട് വിനാഗിരിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ കഴുകാറ്. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ ചിക്കനിൽ ഇതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് വേഗം ആവാൻ വേണ്ടിയിട്ട് നമുക്കിതേ കുറച്ചൊന്ന് പരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ജസ്റ്റ് പിടിക്കും. പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി ചെറുനാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് കൂട്ടി തിരുമ്മി ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിയുമ്പോഴേക്കും ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി വെക്കുക കേട്ടോ. ഉപ്പൊക്കെ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പിടിക്കും കേട്ടോ. ഈ ചെറുനാരങ്ങയുടെ നീരും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് റെഡിയാക്കുമ്പോഴേക്കും ദേ കുറച്ച് ഉള്ളികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. അപ്പോൾ ദേ ഞാൻ എടുത്തിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പുഴുങ്ങി വന്നിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതായത് പുഴുങ്ങിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇതിലേക്ക് തക്കാളിയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരണം. കുറച്ച് കറുവപ്പട്ടയും 2 ഏലക്കായ, തക്കോല, അങ്ങനെ ജസ്റ്റ് കുറച്ച്. പിന്നെ മെയിനായിട്ട് നമുക്കിതിൽ വേണ്ടത് ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഞാൻ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തക്കാളി പുഴുങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തക്കാളി ഈ ഇറച്ചിക്കറിയിൽ നമ്മൾ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത്. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ തക്കാളി ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിന് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പീസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മസാല മണമാണ് കേട്ടോ. ഈ പെരുംജീരകവും ഇതൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ നമ്മൾ എന്തായാലും ചിക്കനിലേക്കൊക്കെ നീളനെ അരിഞ്ഞെടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ തയ്യാറാക്കുമ്പോൾ ചോപ്പറിലിട്ടിട്ട് നന്നായി ചെറുതായിട്ട് നമ്മൾ മുട്ട ഓംപ്ലേറ്റിനൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരണം കേട്ടോ. പിന്നെ നമ്മളിതേ കുറച്ച് തേങ്ങക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ ചൂടാക്കാൻ വെക്കാം. പാനിലേക്ക് നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് എണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് ചൂടായിട്ട് മസാലയൊക്കെ ഇടുമ്പോൾ അതിന് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് അങ്ങനെ റോസ്റ്റ് ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ആയി വേഗം നമ്മുടെ വെളിച്ചെണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങക്കൊത്ത് ഈ ചിക്കൻ കറിയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് വാടിയതിന് ശേഷം കുറച്ചൊരു 4 വറ്റൽമുളക് ഞാനൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പില ഒരു പിടി കറിവേപ്പില ഇട്ടിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് നമുക്കിതിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്ര ചിക്കൻ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുത്തോളൂ കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ സവോള ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. കണ്ട മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇങ്ങനെ അത് കുറവ് തോന്നുമ്പോൾ നമ്മൾക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഒരു 2-3 പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ എരിവ് വേറെ ഇനി പ്രത്യേകം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് സബോളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് എണ്ണ തെളിയണ വരെ ഒന്ന് തക്കാളിയുടെ ഒരു പച്ചമണവും അതൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ
നന്നായി വാട്ടി കൊടുക്കണം. ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ തക്കാളിക്ക്. ആ ടേസ്റ്റ് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അതൊന്ന് വാട്ടി എണ്ണ അങ്ങോട്ട് തെളിയണ വരെ അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നമ്മുടെ നടുക്കുന്നൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ അതും നല്ല എരിവുള്ള മുളകാട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചാട്ടോ. നല്ലോണം മൂക്കണം. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു കളറും വരിക കേട്ടോ. അല്ലെങ്കിൽ മൂത്തില്ലെങ്കിൽ തന്നെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറും കേട്ടോ. മുളക് മൂത്തില്ലെങ്കിൽ ചിക്കൻ കറിക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായി മൂക്കണം വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ചിക്കൻ മസാലയുണ്ട്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ഒരു മൂത്ത മണം വന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടൊക്കെ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ കഴുകിയിട്ടുള്ള വെള്ളവും ഒക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ആക്കിയില്ലേ, അതിൽ പെരുംജീരകവും ഏലക്കായും ഇട്ട കാരണം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും മണമാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയൊക്കെ കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ആവിയിൽ അങ്ങനെ കിടന്ന് നല്ലോണം ഒരു തിക്ക് ഗ്രേവി ആയിക്കോളൂ കേട്ടോ. നല്ല ചോറിൻ്റെ ഒപ്പം പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. അധികം വൈകിക്കണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയോളൂ എല്ലാവരും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം 10-15 മിനിറ്റ് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ ഒപ്പം പത്തിരിയുടെ ഒപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.